സ്വതന്ത്ര തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായി സ്വതന്ത്ര ഇന്ത്യയിൽ തുടരണമെന്നുള്ള കാഴ്ചപ്പാട് അവതരിപ്പിച്ചപ്പോ അതിനെതിരായിട്ട്, അതോടൊപ്പം തന്നെ ജന്മിത്വത്തിന്റെ എല്ലാം ഭാഗമായിട്ട് ജന്മിമാര് തൊഴിലാളികളെ കീടങ്ങളെ പോലെ, അടിമകളെ പോലെ കണക്കാക്കുന്നതിനെതിരായി എല്ലാം ഉയർന്നു വന്നിട്ടുള്ള ജനകീയ പ്രതിരോധമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാര് മുൻകൈയെടുത്തുള്ള ഉജ്ജ്വലമായ പ്രതിരോധമായിരുന്നു പുന്നപ്ര വയലാർ. അടിമ സമാനമായ ജീവിതം നയിക്കുന്ന തൊഴിലാളികള് നിറതോക്കിന് മുന്നിൽ വാരിക്കൊണ്ടുമായിട്ട് പ്രതിരോധിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക്, മനക്കരുത്തിലേക്ക് ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളെ, തൊഴിലാളികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വലിയ പങ്കാണ് വഹിച്ചത്. ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ PB അംഗം സഖാവ് A. വിജയരാഘവൻ, വേദിയിലിരിക്കുന്ന പാർട്ടിയുടെ മുതിർന്ന നേതാവ് സഖാവ് KP, സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് പ്രകാശ് മാഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് M. സുരേന്ദ്രൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെ, ബഹുമാന്യരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ സഖാവ് VS-ന്റെ അമര സ്മരണകൾക്ക് ഇന്ന് ഒരു വർഷം പൂർത്തിയാവുകയാണ്. തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ രോഗബാധിതനായി ചികിത്സയിലിരിക്കെയാണ് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷം അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. ആ വാർത്ത അറിഞ്ഞത് മുതൽ ആശുപത്രിയിലേക്കും തുടർന്ന് AKG സെന്ററിലേക്കും അതിനുശേഷം തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കും തുടർന്ന് ദർബാർ ഹാളിലേക്കും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോകുന്ന വഴിയോരങ്ങളിലാകെ ഏറ്റവും ഒടുവിൽ പുന്നപ്ര വയലാറിൻ്റെ ധീര വിപ്ലവകാരികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട് വരെ നേരിട്ടും അല്ലാതെയും ജനകോടികളാണ് അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ കേരളം എത്രമാത്രം ആദരവോടുകൂടിയാണ് സഖാവ് VS-നെ നോക്കിക്കണ്ടത് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് പറയുന്നത് ഏതാണ്ട് 9 പതിറ്റാണ്ട് കാലം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ചലനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട ഒരു ജീവിതമായിരുന്നു സഖാവ് VS-ൻ്റെത്. 7ാം ക്ലാസ് വരെ മാത്രമേ അദ്ദേഹത്തിന് പഠിക്കാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ. 7 വയസ്സ് ആകുമ്പോഴേക്കും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. പിന്നീട് 7ാം ക്ലാസ് വരെ പഠിച്ചു. അതിനിടയിലാണ് ജ്യേഷ്ഠന്റെ കൂടെ തയ്യൽ കടയിൽ ജോലി ആരംഭിക്കുന്നത്. പിന്നീട് കയർ തൊഴിലാളിയായി മാറി. കയർ തൊഴിലാളിയായി ജീവിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന വിപ്ലവകാരി, ആ വിപ്ലവകാരി യഥാർത്ഥത്തിൽ കണ്ടെത്തിയത് സഖാവ് കൃഷ്ണപിള്ളയാണ്. സഖാവ് P. കൃഷ്ണപിള്ള ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം അങ്ങോട്ടേക്ക് സമൂഹത്തിന്റെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചത്. ആ ഘട്ടത്തിൽ നിവർത്തന പ്രക്ഷോഭം നടക്കുന്ന ഒരു കാലമായിരുന്നു.
നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവ്, തിരുവിതാംകൂർ ഭരണം, ആ സന്ദർഭത്തിൽ ജനാധിപത്യ സഭകളിൽ എല്ലാ വിഭാഗം ആളുകൾക്കും അവസരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ തീരുമാനത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം. അന്ന് KPCC അതിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രക്ഷോഭത്തിൽ അകൃഷ്ടനായിക്കൊണ്ടാണ് അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിന്, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി മാറുന്നത്. പിന്നീട് അങ്ങോട്ട് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനമായും സഖാവ് കൃഷ്ണപിള്ള ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാനായിരുന്നു. അക്കാലത്ത് കർഷക തൊഴിലാളികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അടിമ സമാനമായ ജീവിതമായിരുന്നു. അത് സാമൂഹ്യമായിട്ടുള്ള അടിച്ചമർത്തലിന് ഉൾപ്പെടെ വിധേയപ്പെടുന്ന ഒരു കാലമായിരുന്നു. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരുമായ ജനത, ആ ജനതയെയാണ് വർഗബോധത്തിലേക്ക് പിടിച്ചുയർത്തതിനു വേണ്ടിയുള്ള ഇടപെടൽ സഖാവ് VS-ന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അങ്ങനെയാണ് കുട്ടനാടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ആദ്യമായി കർഷക തൊഴിലാളി പ്രസ്ഥാനം നിലവിൽ വരുന്നതും അതിന്റെ പ്രഥമ പ്രസിഡന്റായിട്ട് സഖാവ് VS മാറുന്നതും. തുടർന്ന് അങ്ങോട്ടേക്ക് എത്രമാത്രം സമരങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ, ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾ, ഏറ്റവും താഴെയുള്ള തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ ഇടയിൽ ഇടപെട്ട് പ്രവർത്തിക്കുകയായിരുന്നു സഖാവ് VS. എണ്ണയാട്ട് തൊഴിലാളികൾ ഉൾപ്പെടെ, കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ മറ്റ് വീട് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളി വിഭാഗങ്ങളുടെയും ഇടയിൽ ഇടപെട്ട് പ്രവർത്തിക്കുകയും പുന്നപ്ര വയലാർ സമരത്തിന്റെ നായകനായിരുന്നു സഖാവ് VS. നമുക്കറിയാം, ആ ഘട്ടത്തിൽ സ്വതന്ത്ര തിരുവിതാംകൂർ വാദം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന കാഴ്ചപ്പാടിനപ്പുറം, ഐക്യ കേരളം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനപ്പുറം സ്വതന്ത്ര തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായി സ്വതന്ത്ര ഇന്ത്യയിൽ തുടരണമെന്നുള്ള കാഴ്ചപ്പാട് അവതരിപ്പിച്ചപ്പോ അതിനെതിരായിട്ട്, അതോടൊപ്പം തന്നെ ജന്മിത്വത്തിന്റെ എല്ലാം ഭാഗമായിട്ട് ജന്മിമാര് തൊഴിലാളികളെ കീടങ്ങളെ പോലെ, അടിമകളെ പോലെ കണക്കാക്കുന്നതിനെതിരായി എല്ലാം ഉയർന്നു വന്നിട്ടുള്ള ജനകീയ പ്രതിരോധമായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാര് മുൻകൈയെടുത്തുള്ള ഉജ്ജ്വലമായ പ്രതിരോധമായിരുന്നു പുന്നപ്ര വയലാർ. അടിമ സമാനമായ ജീവിതം നയിക്കുന്ന തൊഴിലാളികള് നിറതോക്കിന് മുന്നിൽ വാരിക്കൊണ്ടുമായിട്ട് പ്രതിരോധിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക്, മനക്കരുത്തിലേക്ക് ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളെ, തൊഴിലാളികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വലിയ പങ്കാണ് വഹിച്ചത്. അങ്ങനെയുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് അതിന്റെ അത്തരം പ്രവർത്തനങ്ങളുടെ സംഘാടകം കൂടിയായിരുന്നു സഖാവ് VS. അങ്ങനെയാണ് 1946 അദ്ദേഹം ജയിലിലടക്കപ്പെടുന്നത്. ജയിലിലടക്കപ്പെട്ടതിന് ശേഷം, പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം അതിഭീകരമായ പീഡനമാണ്. ലോക്കപ്പിലിട്ട് അദ്ദേഹത്തെ ഭീകരമായി മർദ്ദിച്ചു. ലോക്കപ്പിന്റെ അഴികളിലൂടെ കാല് പുറത്തേക്ക് വലിച്ചെടുത്ത് കാലിൽ ബയണത്ത് കുത്തിയിറക്കി ഭീകരമായ മർദ്ദനം ഏറ്റ് മരണപ്പെട്ടു എന്ന് കരുതി ഉപേക്ഷിക്കപ്പെട്ട VS. അങ്ങനെ എന്തെല്ലാം പീഡനങ്ങൾ, എത്രമാത്രം സമരമുഖങ്ങൾ. അതിലൂടെയാണ് സഖാവ് VS എന്ന് പറയുന്ന മഹാനായ വിപ്ലവകാരി കേരളത്തിൽ ഉയർന്നു വന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ പ്രകാശ് മാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള 32 വിപ്ലവകാരികളിൽ ഒരാളായിരുന്നു സഖാവ് VS. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതിനു ശേഷം 1959 അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമായി മാറുന്നത്. ആ സന്ദർഭത്തിൽ തന്നെ 57 കമ്മ്യൂണിസ്റ്റ് സഖാവ് VMS-ന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ ആ മന്ത്രിസഭ
എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി, തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. 9 അംഗങ്ങൾ അടങ്ങുന്ന കമ്മിറ്റി. ആ 9 അംഗ സമിതിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ കൂടിയായിരുന്നു സഖാവ് BS. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായിട്ടുള്ള ചുമതല കൂടി നിർവഹിക്കുന്നതായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. 64-ൽ അന്നത്തെ പാർട്ടിക്കകത്ത് ഉയർന്നു വന്നിട്ടുള്ള പരിഷ്കരണവാദപരമായിട്ടുള്ള സമീപനം, വർഗസമരമല്ല വർഗ സഹകരണമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കകത്ത് ഒരു വിഭാഗം പരിഷ്കരണവാദപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചപ്പോഴാണ് വിപ്ലവകാരികളായിട്ടുള്ള 32 പേർ അന്നത്തെ ദേശീയ കൗൺസിലിൽ നിന്ന്, നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളത്. അവരാണ് നമ്മുടെ പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ 1964 രൂപീകരിച്ചത് എന്ന് ചരിത്രമറിയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. തുടർന്ന് അങ്ങോട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും കേന്ദ്ര കമ്മിറ്റി അംഗമായും PB അംഗമായും സംസ്ഥാന സെക്രട്ടറിയായും വിവിധ ചുമതലകൾ നിർവഹിച്ചു സഖാവ് BS. ഞാൻ കൂടുതൽ കാര്യങ്ങളിൽ കടക്കുന്നില്ല. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ചുമതലകൾ, ഉയർന്നു വരുന്ന വിവിധ പ്രശ്നങ്ങളിലുള്ള ഇടപെടൽ, നമ്മുടെ കേരളം ജന്മിത്വത്തിന്റെ മുഖത്തിനകത്ത് അടിപ്പെട്ടു നിൽക്കുന്ന ഒരു കേരളമായിരുന്നു. നമ്മുടെ കേരളത്തെക്കുറിച്ചാണ് വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളം അങ്ങനെ വിശേഷിപ്പിക്കപ്പെടാൻ ഇടയായിട്ടുള്ളത് സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന മനുഷ്യരായി കണക്കാക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ മനുഷ്യരായി പോലും കണക്കാക്കപ്പെടാത്ത മനുഷ്യരെ വിപ്ലവബോധത്തിലേക്ക് ഉയർത്തി നവോത്ഥാന പ്രസ്ഥാനത്തെ വർഗസമരത്തിന്റെ ഭാഗമാക്കി മാറ്റി, ജാതീയമായ അടിച്ചമർത്തലിന് വർഗപരമായ ഉള്ളടക്കമുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് വർഗ സമരത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഇടപെട്ട പ്രവർത്തനത്തിൽ സഖാവ് BSന്റെ പങ്കുണ്ട്. അതുപോലെ തന്നെ പുന്നപ്പറ വയലാർ സമരം പോലുള്ള നിരവധിയായ സമരങ്ങളിലൂടെ തൊഴിലാളികളെ ആത്മാഭിമാനമുള്ള വർഗമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സഖാവ് BSന്റെ പങ്കുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ചൂഷണമെന്ന് പറഞ്ഞാൽ അത് സാമ്പത്തിക ചൂഷണം മാത്രമല്ല, പരിസ്ഥിതിയുടെ ചൂഷണം കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എത്രമാത്രം ഇടപെടലുകൾ സഖാവ് BS നടത്തി. മതികെട്ടാനിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ, അതിന്റെ ഫലമായിട്ടാണ് മതികെട്ടാൻ മേഖലയിലുള്ള വനമാകെ വെട്ടി തകർത്തു പോകുന്ന ഒരു ഘട്ടത്തിലാണ് മതികെട്ടാനിൽ സഖാവ് BS പോകുന്നത്. ഇപ്പോഴ് ആ മതികെട്ടാൻ മേഖല ദേശീയ ഉദ്യാനമായി സംരക്ഷിക്കപ്പെടുന്നത് ഇടയായിട്ടുള്ള വിധത്തിലുള്ള ഇടപെടൽ നടത്തിയ, വ്യത്യസ്തങ്ങളായ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഇടപെട്ട, പാരിസ്ഥിതിക പ്രശ്നങ്ങളും വർഗസമരങ്ങളുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞ നേതാവായിരുന്നു സഖാവ് BS. അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള നിരവധിയായിട്ടുള്ള അതിക്രമങ്ങൾ, സ്ത്രീ പ്രശ്നങ്ങൾ, ആ സ്ത്രീ പ്രശ്നങ്ങൾക്കും വർഗപരമായ ഉള്ളടക്കം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെട്ട നേതാവ്. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സമൂഹത്തിൽ ഇടപെടുമ്പോൾ എങ്ങനെയൊക്കെ ഇടപെടണോ അങ്ങനെയൊക്കെ ഇടപെട്ട നേതാവ്, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഏറ്റവും ഫലപ്രദമായ വിധത്തിൽ ഓരോ പ്രശ്നങ്ങളും പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവ്, ഭരണാധികാരി എന്നുള്ള നിലയിൽ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ആ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പാർട്ടിയുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ഇടപെട്ട നേതാവ്. അങ്ങനെ വ്യത്യസ്ത വിധത്തിൽ ഇടപെട്ടതിന്റെ എല്ലാം ഫലമായിട്ടാണ് കേരളീയ സമൂഹം സഖാവ് BS എന്ന് പറയുന്ന 2 അക്ഷരത്തെ നെഞ്ചേറ്റിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഖാവ് BS നമ്മെ വിട്ടുപിരിഞ്ഞ് 1 വർഷം പൂർത്തിയാവുകയാണ്. BSന്റെ സ്മരണ അത് എക്കാലവും നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അമര സ്മരണയായി നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിന്റെ സമര മുഖമായ സഖാവ് BS എന്ന് നാം തിരിച്ചറിയണം. മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ സഖാവ് BSന്റെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ PB അംഗം സഖാവ് A. വിജയരാഘവനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്.